സഹോദരിമാരെ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എന്തിനെയെങ്കിലും നമുക്ക് പേടിക്കാനുണ്ടെങ്കിൽ പൊന്നാന കൂട്ടരെ, നമുക്ക് പേടിക്കാനുള്ളത് നരകാട്ടോ. നരകത്തിനപ്പുറം ഈ ലോകത്ത് വേറെ ഒന്നിനെയും പേടിക്കണ്ട. കാരണം ഈ ലോകത്ത് നമ്മളെ ബാധിക്കുന്ന ഏതു വേദനയും, ഏത് ദുരന്തവും, ഏത് ദുരിതങ്ങളും, ഏത് പ്രയാസങ്ങളും അത് അറ്റമില്ലാത്ത പ്രയാസങ്ങളല്ല. അതിനൊക്കെ ഒരറ്റമുണ്ട്. എത്ര വലിയ മാരകമായ രോഗമുണ്ടാവട്ടെ, ആ രോഗത്തിന്റെ വേദനക്ക് ഒരറ്റമുണ്ട്. ഒരു സഹോദരി എന്നെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഇക്കാക്ക മരിച്ചുട്ടോ, അൽഹംദുലില്ലാ. ഇക്കാക്ക മരിച്ചുട്ടോ, അൽഹംദുലില്ലാ. എന്തിനാണ് അൽഹംദുലില്ലാ? നിങ്ങൾ ഇക്കാക്ക എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ച സ്ത്രീയുടെ ഭർത്താവാണ്. ആ ഭർത്താവ് മരിച്ചാൽ ഒരു സ്ത്രീ എന്തിനാ അൽഹംദുലില്ലാ പറയുന്നത്? അതിന്റെ കാരണം എനിക്കറിയാം. 2 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു. ശക്തമായ വേദന, ഒരു മരുന്നിനും സുഖപ്പെടുത്താൻ കഴിയാത്ത അതിശക്തമായ വേദനയിൽ കൈകാലുകൾ കട്ടിലിട്ട് വല്ലാത്ത പരാക്രമം കാണിച്ചപ്പോ കട്ടിലിന്റെ കാലുകളിലേക്ക് ആ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട രൂപത്തിൽ നിസ്സഹായനായി കിടക്കുന്ന ആ മനുഷ്യന്റെ അടുത്ത് നിന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നത്. അയാളാണ് മരിച്ചത്. എങ്ങനെയാണ് ആ ഭാര്യ അൽഹംദുലില്ലാ പറയാതിരിക്കുക? ഞാൻ ആ മയ്യത്തിനെ കാണാൻ ചെന്നപ്പോ അങ്ങനെ നിശബ്ദമായി കിടക്കുന്ന ആ നിശ്ചലമായ മുഖത്തേക്ക് അങ്ങനെ നോക്കി നിന്നപ്പോ ഭാര്യ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കിടത്തം ഈ ദേഹം കിടന്നിട്ട് ഉസ്താദെ മാസങ്ങളായി, എല്ലാ സമയത്തും വേദനയാണ്, നിലക്കാത്ത വേദനയാണ്. പക്ഷെ ഇപ്പോ ശാന്തമായിട്ട് കിടക്കുന്നു. ഈ ശാന്തമായ കിടത്തമുണ്ടല്ലോ, ഇത് കണ്ടിട്ട് മാസങ്ങളായി. പ്രിയപ്പെട്ടവരെ, എല്ലാ വേദനകളും ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ശാരീരിക മാനസികമായ എല്ലാ വേദനകളും മരണത്തോടുകൂടി അവസാനിക്കുന്ന വേദനകളാട്ടോ. എന്നാൽ പ്രിയപ്പെട്ടവരെ, മരണത്തോടുകൂടി ആരംഭിക്കുന്ന ഒരു വേദനയുണ്ട്. ആ വേദനയെ കുറിച്ചാണ് അല്ലാഹു തആല നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന് പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, കഷ്ടപ്പാടുണ്ട്, പ്രവാചകന് ശത്രുക്കളുണ്ട്, പ്രവാചകന്റെ വീട്ടിൽ ഇടങ്ങേറുണ്ട്, ദുരിതമുണ്ട്, പട്ടിണിയാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ദിവസത്തിലും പടച്ച റബ്ബിനോട് ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഏതെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചു പോകുന്ന തെറ്റുകൾ ഉണ്ടല്ലോ, ആ തെറ്റുകൾ സംഭവിച്ചു പോയാൽ അത് പൊറുക്കുവാൻ വേണ്ടി അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം കേട്ടോ. എന്നിട്ട് റസൂൽ പറയുന്നത്, ഇന്നി അതൂബു ഫിൽ യൗമി അക്സറു മിൻ മിയതി മറ, ഞാൻ റസൂൽ പറയാണ്, ഞാൻ ഓരോ ദിവസത്തിലും 100-ലേറെ വട്ടം അല്ലാഹുവേ എന്റെ ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ, ഒരു തെറ്റും ചെയ്യാത്തവനാണ് അല്ലാഹുവിന്റെ ഹബീബ്. ചെറുതോ വലുതോ ആയി ഒരു ചെറിയ തെറ്റ് പോലും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്തവനാണ് അല്ലാഹുവിന്റെ ഹബീബ്. ആ ഹബീബാണ് തേടുന്നത്, അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ എങ്ങാനും എന്തെങ്കിലും ഒരു ചെറുത് സംഭവിച്ചു പോവുകയാണെങ്കിൽ നാഥാ നീ എനിക്ക് അത് പുറത്തു തരണം കേട്ടോ, പരലോകത്തിലേക്ക് നീ അത് മാറ്റിവെക്കരുത് കേട്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂല് ഓരോ ദിവസത്തിലും 100-ലേറെ വട്ടം, 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിലെ 100 വട്ടം പറയണമെങ്കിൽ ഒരു മണിക്കൂറിൽ 4 വട്ടം പറയണ്ടേ? ഓരോ 15 മിനിറ്റിലും അല്ലാഹുവിന്റെ ഹബീബ് തേടുകയാണ്, പടച്ചോനെ എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ പടച്ചോനെ പുറത്തു തരണം കേട്ടോ. തീർന്നില്ല കൂട്ടരെ, അല്ലാഹുവിന്റെ ഹബീബ് മരണപ്പെടുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പേ, ദിവസങ്ങൾക്ക് മുമ്പ് മദീന പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിന്റെ അവസാനത്തിൽ റസൂൽ പറഞ്ഞത്, ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് തരാനുണ്ടോ, എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാനുണ്ടോ, ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. സദസ്സ് നിശബ്ദമാണ്, സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത, ആരുമൊന്നും മിണ്ടിയില്ല. പ്രവാചകർ വീണ്ടും ചോദ്യം ആവർത്തിച്ചു, ആർക്കെങ്കിലും തരാണ്ടോ? വീണ്ടും ആവർത്തിച്ചു, ആർക്കെങ്കിലും. അപ്പോൾ ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു, എനിക്ക് ഇത്ര തരാണ്ട്, അതിന്റെ കയ്യിൽ നിന്ന് ഇന്ന സമയത്ത് വാങ്ങിയതാണ്. പ്രവാചകൻ മിമ്പറിൽ നിന്നിറങ്ങി അതിന്റെ പിന്നിലെ തന്റെ വീട്ടിലേക്ക് പോയിട്ട് ആ നാണയങ്ങൾ കൊണ്ടുവരാൻ പോയതാ. സദസ്യരൊക്കെ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കി, നിങ്ങൾ എന്തിനാ അത് ചോദിച്ചത്? അത് വിട്ടുകളഞ്ഞുകൂടായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ പണം വേണ്ടിയിട്ടല്ല ചോദിച്ചത്, എന്റെ റസൂല് ഒരു കടത്തിന്റെ പേരിൽ കുറ്റക്കാരനായി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. പ്രവാചകൻ തിരിച്ചു വന്ന് ആ നാണയം തിരിച്ചു കൊടുത്തിട്ട് വീണ്ടും തന്റെ മിമ്പറിൽ കയറി തന്റെ കുപ്പായം അഴിച്ച് മിമ്പറിൽ തൂക്കിയിട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു വാക്കുണ്ട്, പ്രിയപ്പെട്ടവരെ കേൾക്കണം കേട്ടോ. നമ്മളൊക്കെ റസൂലുള്ളാഹിന്റെ ചര്യ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാൻ കൊതിക്കുന്നവരും അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പണിയെടുക്കുന്നവരുമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ആ കുപ്പായം തന്റെ മിമ്പറിന്റെ കയ്യിൽ തൂക്കിയിട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ഇരിക്കുന്ന ആരെയെങ്കിലും ഞാൻ, പ്രവാചകൻ അവിടെ തന്നെ പരിചയപ്പെടുത്തിയ ഒരു പദമുണ്ട്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്നല്ല പറഞ്ഞത്, ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. എന്നെ നിങ്ങൾ വല്ലാത്ത ബഹുമാനത്തിലല്ല ഇപ്പൊ കാണേണ്ടത്, പ്രവാചകനായിട്ടല്ല കാണേണ്ടത്. ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. ഞാൻ നിങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് എങ്ങനെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനിപ്പിച്ചതിന് നിങ്ങൾക്ക് ഇപ്പോ പ്രതികാരം ചെയ്യാം. ഒരിക്കലും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അത് മാറ്റിവെക്കരുത്. ഞാൻ നിങ്ങളെ ആരെയെങ്കിലും ഏതെങ്കിലും നിലക്ക് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പ്രതികാരം ചെയ്യാം. അല്ലാഹുവിന്റെ ഹബീബ് ആ മിമ്പറിൽ തന്റെ ശരീരം അവർക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. പ്രിയപ്പെട്ടവരെ, എന്താ കാരണം? അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഒരു തെറ്റുമായിട്ട് കടന്നു ചെന്നാൽ നിങ്ങൾക്ക്
അറിയോ? തെറ്റ് എന്ന പദത്തിന് അള്ളാഹു കൊടുത്ത നിർവചനം എന്താ അറിയോ? തെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ തെറ്റിനെ വെറും ഒരു കുറ്റമായിട്ടല്ല ഇസ്ലാം വിശേഷിപ്പിച്ചത്. ഒരു തെറ്റെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ ഉണ്ടാക്കുന്ന ഒരു വേദനയാണ്. അല്ലേ? നോക്കൂ നിങ്ങൾ.